കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസേനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ എപ്പിസോഡ് കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഒരു എപ്പിസോഡ് കൂടി ആയാലും നമുക്ക് വിഷയങ്ങൾ കൂടുതലായിട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് അതും സന്തോഷം തന്നെ. സ്തോത്രം. ആത്മാവദേശിക്കുന്ന വചനങ്ങളിലൂടെ കർത്താവ് നമ്മളെ സംസാരിപ്പാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ ടെംപ്റ്റേഷൻ, പരീക്ഷ എന്നുള്ള വിഷയമാണ് ഈ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നെളിച്ചു നിൽക്കുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ തന്നെ ഒത്തിരി വിഷയങ്ങൾ ഇതിലുണ്ടെന്നാൽ ടെംപ്റ്റേഷൻ മാത്രമല്ല, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ വചനം കൈക്കൊള്ളുന്നതിനെ കുറിച്ചുണ്ട്. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ പൂ പോലെ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ മറ്റു പല വിഷയങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ലേഖനം പഠിക്കുമ്പോൾ 1, 2, 3, 4, 5 അധ്യായങ്ങളുണ്ടെങ്കിൽ 5 അധ്യായവും അത് പഠിക്കണം. ഞാനിത് 1, 2, 3, 4 അധ്യായങ്ങളൊക്കെ നേരത്തെ പ്രസംഗിച്ച യൂട്യൂബിൽ കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. അതില്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അധ്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അധ്യായങ്ങളിലെ പഠനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രസംഗമെന്നുള്ളത് ആൾക്കാർക്ക് പ്രസംഗിച്ച് കാശുണ്ടാക്കി കൊണ്ടുപോയി സൂഹിക്കാനുള്ളതല്ല. ഈ പ്രസംഗമെന്നുള്ളത് ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ അപ്പോസ്തലന്മാരുടെ അരുളപ്പാടുകളാണ്, വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് ഈ ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ. അതങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. മറ്റു പല ലേഖനങ്ങൾ കൂടി അതിലെടുത്ത് ഊന്നുവടിയായി എടുത്ത് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുക, ലിങ്ക് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത്. സ്തോത്രം. ഞാനതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിച്ചുമ്പോൾ നമ്മൾ അടുത്ത 19-ാമത്തെ വാക്യത്തിലേക്ക് അടുത്ത സഹോദരന്മാരെ, നിങ്ങളത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. ഇത് വിശ്വാസികളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണിത്. കേൾപ്പാൻ വേഗത, പറവാൻ താമസം, പിന്നെ കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. ഇത് നേരെ തിരിഞ്ഞു കിടക്കുക. ഇന്ന് ഞാനല്ല നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, യാക്കോബ് അപ്പോസ്തലൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഞാനത് എടുത്തു പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എടുത്ത് പറയുക മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതിൻ്റെ ഓദർ അല്ലെങ്കിൽ അതിൻ്റെ അത് പ്രസ്താവിക്കാനുള്ള യോഗ്യത ആർക്കാന്ന് ചോദിച്ചാൽ കർത്താവ് വചനം ഭരമേൽപ്പിച്ച അപ്പോസ്തലന്മാർക്കാണ്. അപ്പോസ്തലന്മാർ പറയുന്ന വചനം വേണം നമ്മൾ കേട്ടോളാം. വല്ലവരും പറയുന്നതൊന്നും കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. ഒന്നുകൂടി പറയാം, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർ കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർ കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ ഇതിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരെ വചനം ഭരമേൽപ്പിച്ചു. പിതാവിൽ നിന്ന് വചനം സ്വീകരിച്ച് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാൻ 17:20. വല്ലവരുമൊക്കെ പറയണ കേട്ട് നമ്മൾ വിശ്വസിച്ചാൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇന്ന് അങ്ങനെ അബദ്ധത്തിൽ ചായി കിടക്കുക സഭ. എല്ലാവരും പറയുന്ന വഷളത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കേട്ട് ദൈവസഭ തകർന്ന് തരിപ്പണമായി കിടക്കുക. ഞങ്ങൾക്ക് ഇത്ര സഭയുണ്ട്, ഞങ്ങൾക്ക് ഇത്ര അംഗം കൊണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ആത്മീയമായി ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി കിടക്കുന്നുവെന്ന് ലവോദിക്ക എന്ന വിഷയം നമ്മളെ പഠിപ്പിക്കുന്നു. 7 സഭകളിൽ അവസാനത്തെ സഭ ലവോദിക്ക. കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ആത്മീയരെന്ന് പറയുന്നവരുടെ ഒരു ചിത്രമാണ് ലവോദിക്ക. ആത്മീയ കുരുടൻ, ആത്മീയ ദരിദ്രൻ, ആത്മീയ നഗ്നൻ. ഈ 3 അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സഭ നിന്നാലേ സഭയ്ക്ക് കർത്താവിൻ്റെ വരെ പോകാൻ പറ്റത്തുള്ളൂ. ഈ പിതാക്കന്മാരുടെ പഠിപ്പിക്കലാണ് ഞാൻ ഈ പറയുന്നത്. IPCയിൽ ഉണ്ടായിരുന്ന പ്രധാന പാസ്റ്റർമാരുടെ പഠിപ്പിക്കൽ. ഇന്ന് ആ പഠിപ്പിക്കലൊക്കെ കുടിച്ചു മൂടി 10 ചക്രം കിട്ടാനുള്ള പ്രസംഗങ്ങളും
കസേര കളിക്കാനുള്ള പ്രസംഗങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വിമർശനം രൂക്ഷമായി വരുന്നതിൽ ദൈവമക്കൾ എന്നോട് പൊറുക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അപേക്ഷിക്കും. എല്ലാവരും അങ്ങനെ ഒരു ചെറിയ ന്യൂനപക്ഷം, ഞാൻ എല്ലാവരെയും അടച്ചു പറയാൻ ചിന്തിക്കരുത്. ഒരു ന്യൂനപക്ഷം വചനത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവർ ഉണ്ട്. അത് ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശേഷിപ്പേ ഉള്ളൂ. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആ ശേഷിപ്പിൻ്റെ ഉള്ളിലാകുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. ഇവിടെ യാക്കോബ് ആ ഒരു വിഷയം എടുത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവവചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. പത്രോസിന്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവം അസൂയ നുണ വിട്ടുകളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇവിടെ പറയുന്നു, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി തന്നിരിക്കുന്ന വചനം. അതിലേക്ക് പോകണോ? പോകാമല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം വായിച്ച് പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. 2 കൊരിന്ത്യർ 3:3 ഞാൻ വായിക്കുന്നത്. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. ഇനി വേറെ തെളിവ് വേണോ? ഹല്ലേലൂയ. വേറൊരു വചനഭാഗം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ധ്യാനിക്കാം. സ്തോത്രം. എബ്രായ ലേഖനം അതിൻ്റെ ഹല്ലേലൂയ എബ്രായ ലേഖനം അതിൻ്റെ ധ്യാനം ഞാൻ എടുക്കാം. 8-ാം അധ്യായത്തിൻ്റെ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യാനുള്ള കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീമിൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം, ആ കാലം ഇസ്രായേൽ ജനവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കാലം കഴിഞ്ഞ ശേഷം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. മനസ്സിലായല്ലോ? ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും വരും. അപ്പോൾ പുതിയ നിയമ പ്രമാണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് എഴുതി തന്നിരിക്കുന്നത്. അതാ ഇവിടെ യാക്കോബ് പറയുന്നത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നട്ടിരിക്കുന്ന വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ഈ വചനം വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് കഴിയുമ്പോൾ ഈ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ അങ്ങോട്ട് ഉറപ്പിച്ചു തരും. വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു പിശാചിനും ഒരു പ്രതികൂലത്തിനും ഒരു ടെംപ്റ്റേഷനും ഒരു പരിശോധനകൾക്കും നിങ്ങളെ പുറകോട്ട് ഓടിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ എപ്പോൾ പോയെന്ന് ചോദിച്ചുകൊണ്ടാൽ മതി. 3 ശക്തമായ പരിശോധനകൾ ഞാൻ എപ്പോഴും പറയുന്നു. കല്ലപ്പമായി തീരുക, എടുത്ത് ചാടുക, വീണ് നമസ്കരിക്കുക. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരായിരുന്നെങ്കിൽ ആ പലസ്തീൻ നാട്ടിലെ കല്ല് മുഴുവൻ അപ്പമായി തീർന്നതന്നെ. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. 2, എടുത്ത് ചാടി കയ്യും കാലും ഒടിഞ്ഞ് വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നതന്നെ. 3, വീണ് നമസ്കരിച്ച് ലോകത്തിൻ്റെ ഭൗതികം മുഴുവൻ വാരിക്കോരി കൂട്ടി നിത്യമായ നരകാഗ്നിയിലേക്ക് പോയി തന്നെ.
യേശു കർത്താവിൻ്റെ ഉള്ളിൽ പിതാവ് കൊടുത്ത വചനങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ആ വചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് യേശു പിശാചിനെ വെട്ടി അവിടെ വിജയം വരിക്കുന്ന ചരിത്രം ലൂക്കോസ് 4, മത്തായി 4, അതിൻ്റെ 1, 4, 5, 6, 7, 8, 9, 10 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വായിച്ച് ഗ്രഹിച്ചു കൊള്ളുക. 3 അവസ്ഥകളെയും കർത്താവ് ജയിച്ചു. എന്താ കാര്യം? ഉൾനട്ട വചനം. ആകിയാൽ എല്ലാവർക്കും ദുഷ്ടതരാധിക്കവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. പുതിയ നിയമമാണ് ഉൾനട്ട വചനം. മറ്റത് കല്ലിലെഴുതിയതാണ്. അതിൻ്റെ പുറകെ നടക്കല്ലേ. PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിൽ ഒരു കരുത്തനായ പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, സങ്കീർത്തന പുസ്തകം നമ്മുടെ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. തൻ്റെ കൂടെ നിൽക്കുന്നവർ ഓർത്ത് തന്നെ അത് പറഞ്ഞു. അത് പറഞ്ഞിട്ടെങ്കിലും സുബോധം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കരയാൻ തോന്നുന്നത്. നെഞ്ചത്തിടിച്ച് 2 കൈയും കൂടി കൂട്ടിയിടിച്ച് കരയാൻ തോന്നുക. ആ വലിയ ദൈവമനുഷ്യൻ പറഞ്ഞിട്ട് പോയിട്ട് അത് മനസ്സിലായി. അദ്ദേഹം ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്നു മരിക്കുന്നവരെയും. പുതിയ നിയമം തന്നെ പ്രസംഗിച്ചു. കർത്താവിലേക്ക് ജനത്തെ നടത്തിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിൽ വളർത്തിയെടുത്തു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ മാന്യദേഹം അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ടിട്ടുണ്ട്. നല്ലൊരു ശതമാനം ഞാൻ പ്രസംഗം കേട്ടു. എനിക്കിഷ്ടമാണ്. ഇപ്പോഴും ഉണ്ട് യൂട്യൂബിലെ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. എന്താ മോശയുടെ വചനം ഒന്നും പറയാത്തെ? എന്താ പറയാത്തെ? അത് കൊല്ലുന്ന വചനമാണ്, ഇരുട്ടിൻ്റെ വചനമാണ്, മരണത്തിൻ്റെ വചനമാണ്. വായിച്ചു പഠിച്ചോ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. എന്നാൽ അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെന്റ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ മാന്യ ശ്രോതാക്കൾ ഈ വചനങ്ങൾ കേട്ട് 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 നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വചനങ്ങൾ ആഴത്തിൽ പതിയണം. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ജീവൻ്റെ വചനമാണ് നമ്മൾ മുമ്പോട്ട് നടത്തേണ്ടതിന്. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഇന്ന് ഊതിയിട്ടും ഉന്തിയിട്ടും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും ഫ്ലാറ്റ് കൊടുത്തും പിന്നെ സ്വത്രം റിയൽ എസ്റ്റേറ്റ് കൊടുത്തും ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം. സ്വത്രം. ഇതിൽ പിന്നെ താഴോട്ട് അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരിക. അപ്പോൾ സൗമ്യതയോടെ വചനം കൈക്കൊള്ളുവിൻ. 21-ാമത്തെ വാക്യം, യാക്കോബ് 1:21. അത് കഴിഞ്ഞ് വചനം എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കും. വചനം കേട്ടുകൊണ്ട് കരയില്ല, പറഞ്ഞുകൊണ്ട് കഥയില്ല. അത് ചെയ്യണം, അതനുസരിക്കണം. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ അനുസരിക്കണം. തട്ടിക്കളയരുത്. ഇസ്രായേൽ ജനം തട്ടിക്കളഞ്ഞു. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളെ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അവർ കേട്ട വചനം മോശ മുഖാന്തരം യഹോവയായ ദൈവപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന അവരുടെ കൊടുത്ത കൽപ്പനകളാണ് അവർ കേട്ടത്. എങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല, ഇസ്രായേൽ മക്കൾക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അതുപോലെ യേശുക്രിസ്തുവിലൂടെ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ലഭിച്ച പുതിയ നിയമ കൽപ്പന, അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം നമുക്കും ഉപകാരമായി വന്നില്ലെങ്കിൽ നമ്മളും നശിച്ചു പോകും. ഇതാൻ്റെ വിഷയം. യോനയോട് നിനവക്കാർക്കുള്ളൊരു സന്ദേശം ദൈവം കൊടുത്തു. നോവ ഉപദേശി അതും കൊണ്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോയ ചരിത്രം നമുക്കറിയാം. ആ ഉപദേശമാണ്, ആ വചനമാണ് സ്തോത്രം നിനവയിലെ അല്ലെങ്കിൽ
ആ രാജാവിനും കൂട്ടർക്കും രക്ഷപ്പെടാനുള്ള വചനം. അത് യോനയുടെ ഉള്ളത്തിലാണ് കൊടുത്തത്. ആ വചനവും കൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവനെ വിട്ടില്ല ദൈവം. നിനവെ കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നവരെയും ദൈവം അവനെ കഠിനമായ ശോധനയിലൂടെ നടത്തി. അപ്പോൾ ആ ശോധന അനുഗ്രഹമായിരുന്നോ? മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച അനുഗ്രഹമായോ? സ്വതന്ത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന ആ ഭാഗം ശ്രദ്ധിക്ക്. വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ആ ഉൾനട്ടതുമായ വചനം, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നട്ടപ്പെട്ടിരിക്കുന്ന വചനം, അതോരോന്നും അനുസരിച്ച് ജീവിക്കണം. കുടുംബ ജീവിതത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം, സമൂഹ ജീവിതത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം, സഭാ ജീവിതത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഇസ്രായേൽ മക്കളുടെ പ്രമാണത്തിലേക്ക് നമ്മൾ പോണ്ട. അത് പഠിച്ചിരിക്കുന്നത് നല്ലതാ. അതിൻ്റെ നിഴലും പൊരുളും തിരിച്ചാരെങ്കിലും തരുന്നെങ്കിൽ അത് കേട്ടുകൊള്ളുക. അത് അനുഗ്രഹമാണ്, നന്മയാണ്, വിടുതലാണ്. അനുസരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പ്രമാണം തന്നെയാണ്. തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. അല്ലെങ്കിൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിപ്പിൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് എത്രയോ വർഷങ്ങളായി കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് ഫലം പുറപ്പെടുവിച്ചെങ്കിൽ നമ്മളൊക്കെ കറതീർന്ന ആത്മീകരായ തന്നെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കരുത്തന്മാരായ, ശക്തന്മാരായ ദൈവവൃത്തന്മാരായി തീർന്നു തന്നെ. വചനത്തെ വിട്ട് വല്ലേൻ്റെ പുറകെ പോയത് കൊണ്ടാണ് നമ്മളെല്ലാം നശിച്ചു പോകാനുള്ള കാരണം. 25 വർഷം ഈ പഥ്യവചനം, പഥ്യോപദേശം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ഡോക്ടർമാരും റവറൻറ്റുമാരും മോശയുടെ പ്രമാണം പഠിപ്പിച്ച് കൊലവിളി നടത്തിക്കൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ വചനം കിട്ടുന്നില്ല. എന്നാൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, അതിനുവേണ്ടി ദൈവദാസന്മാരെ ദൈവം ഒരുക്കി. അങ്ങനെയാണ് ഈ പഥ്യവചനം, പഥ്യോപദേശം കേൾക്കുവാനും പഠിക്കുവാനും ഭാഗ്യം കിട്ടിയത്. ഒരു പ്രസംഗിക്കുന്നെങ്കിൽ ആര് കേൾക്കും? ദൈവം അയക്കുന്നില്ലെങ്കിൽ ആരും പോയി പ്രസംഗിക്കും? ഹല്ലേലൂയ. ദൈവം അയച്ചവരും ദൈവം തിരഞ്ഞെടുത്തവരും ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാത്തവരാണ് കണ്ടെയ്നർ കണക്കിന് കിടക്കുന്നത് ഇന്ന് ലോകത്ത്. ഈ വെസ്റ്റേൺ തിയോളജി എന്നുള്ളത് സാത്താൻ കൈകടത്തിയ തിയോളജിയാണ്. അത് എനിക്ക് മനസ്സിലായി. പല ദേവദാസന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ബോധ്യമായി. അവർ ഗ്രീക്ക് തർജ്ജിമയിൽ നിന്നൊക്കെ എടുത്ത് പറയുക. ശരിയായ തർജ്ജിമ ഹിബ്രു ആണ് വേദപുസ്തകത്തിൻ്റെ. ആ ഹിബ്രു അർത്ഥങ്ങളും ഗ്രീക്കിൻ്റെ അർത്ഥങ്ങളും തമ്മിൽ കടലും കടലാടിയും പോലുള്ള വ്യത്യാസമുണ്ടെന്ന് ദേവദാസന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് മനസ്സിലായി, എനിക്കത് ബോധ്യമായി. കാരണം ഗ്രീക്ക് എന്നുള്ളത് ഒരു ദേശക്കാരുടെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെയോ ഭാഷയാണ്, ഒരു ജനതയുടെ ഭാഷയാണ്. എന്നാൽ എബ്രായ ഭാഷ ദൈവത്തിൻ്റെ ഭാഷയാണ്, ദൈവം സംസാരിച്ച ഭാഷയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ഭാഷയാണ് എബ്രായ ഭാഷ. അതുകൊണ്ട് ആ ഭാഷയുടെ അർത്ഥങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണം നമ്മൾ? ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ ചതിക്കാതെ അത് ചെയ്യുന്നവരായിരിക്കും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതിയിലെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം കേട്ട് ചെയ്യുന്നവൻ, കേട്ടനുസരിക്കുന്നവൻ. ഇത് വളരെ പ്രധാനമാണിത്. ഹല്ലേലൂയ. ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അപ്പോൾ വചനം കേട്ടിട്ട് ചെയ്യാത്തവനെ എങ്ങനെയാ കാണിക്കുന്നേ? ഒരു കണ്ണാടിയിൽ നോക്കുന്ന സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് മറന്നു പോകുന്നു. തൻ്റെ രൂപം എന്താണെന്ന് അവൻ മറന്നു പോവുക. അതുപോലെയാണ് വചനം കേട്ടിട്ട് ചെയ്യാത്തവൻ എന്നിവിടെ യാക്കോബ് പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മളെ തന്നെ മറന്ന് പ്രവർത്തിക്കരുത്. സ്തോത്രം. കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി ദൈവം ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. അതവിടെ പറയുന്നത്.
താൻ സ്തോത്രം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് മറന്നു പോകുന്നു. നമ്മളങ്ങനെ മറന്നു പോകരുത്. നമ്മളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ ഉപദേശത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. അടുത്ത 25-ാം വാക്യം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഹല്ലേലൂയ. ഇത്ര വ്യക്തമായിട്ടാണ് യാക്കോബ് നമ്മളെ ഈ വിഷയങ്ങളെ പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം പുതിയ നിയമത്തിന് യാക്കോബ് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. യാക്കോബ് 2:12, യാക്കോബ് 2:12, യാക്കോബ് 2:8, യാക്കോബ് 1:25. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഹല്ലേലൂയ. യാക്കോബ് 1:25-ഉം 2:12-ലും ആ പദം നമുക്ക് കാണാൻ കഴിയുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. കർത്താവാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. അർത്ഥാൽ കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യം കർത്താവാണ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് മോശയുടെ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഇതൊക്കെ അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങളാണ് ദൈവമക്കളെ. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചെന്നയാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. വേറൊരു പദം കൂടി യാക്കോബ് പറയുന്നുണ്ട്. ജെയിംസ് 2:18 എന്താ പറയുന്നത്? യാക്കോബ് സ്തോത്രം 2:8 എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നുള്ള തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുന്നുവെങ്കിൽ രാജകീയ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ഇതാ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. സഭ ഈ പ്രമാണത്തിൽ നിന്ന് പോയെന്നേ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ട്. സഭ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ നിന്ന് പോയിട്ട് മോശയുടെ പ്രമാണത്തിൽ കിടക്കുക. ഇപ്പോൾ സങ്കീർത്തനം വായിച്ചില്ലെങ്കിൽ സഭായോഗം ആകത്തില്ല. എനിക്ക് അവരോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ആ ഭാഗത്തിലെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ എന്തിനാ? നിങ്ങൾ മോശയുടെ പ്രമാണം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ സ്തോത്രം പ്രമാണം ജനത്തിന് ഗ്രഹിക്കാൻ കഴിയുമോ? രണ്ടും രണ്ട് വ്യവസ്ഥിതിയല്ലേ? അത് കൊല്ലുന്നതല്ലേ, ഇത് ജീവിപ്പിക്കുന്നതല്ലേ? ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവിൻ്റെ വ്യാപാരം പുതിയ നിയമ വചനത്തിലുണ്ട്. ആത്മാവും ജീവനും ഉണ്ടതിൽ. മറ്റത് കൊല്ലുന്നതാണ്, മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്, ന്യായവിധിയുടേതാണ്, ശിക്ഷാവിധിയുടേതാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം വായിച്ച് പഠിച്ചോ. പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള കമ്പയർ സ്റ്റഡി അവിടെ ഉണ്ട്. ഞാനതൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ പിന്നെയും ഇടും. ദൈവാത്മാവ് ഹേമിക്കുമെന്ന സമയത്ത് അതൊക്കെ പ്രസംഗിച്ചിടും. പിന്നെയും കേൾക്കട്ടെ, ജനം കേൾക്കട്ടെ. കർത്താവിൻ്റെ ഒരു പോണമെങ്കിൽ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കണം. അതാ പൗലോസ് ചെയ്ത. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി നിൽവലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കൊലോസ്യർ 1 അവസാനത്തെ 2 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു സംഘടനയോടും ഒരു വ്യക്തിയോടും ഒരു പിണക്കുമില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ച്
വചനത്താലുള്ള പോഷണം അവർക്ക് കൊടുത്ത് അവരാത്മീയമായി വളർത്തി അവരാത്മീയമായി വർധനവിലേക്ക് നടത്തി ആത്മീയ നിറവിലേക്ക് നടത്തി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ അവർ കൈവിടപ്പെട്ടു പോകും. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ല. കണ്ടോ എത്ര ക്ലിയർ കട്ട് വചനങ്ങൾ. പെന്തക്കോ സമൂഹമേ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ പോയാൽ നിനക്ക് പിതാവുമില്ല പുത്രനുമില്ല, പിന്നെ നിനക്കുണ്ട് എതിർ ക്രിസ്തു. അവസാനം അവൻ്റെ കീഴിൽ കിടന്ന് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന ആ മിഷൻ ഇട്ട് ഉരുട്ടുന്ന പോലെ നിന്നെ ഇട്ട് ഉരുട്ടും. മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞാൻ മുമ്പോട്ട് വരട്ടെ. 25-ാം വാക്യം പറയുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഫിലിപ്പ്യാലേഖനത്തിൽ പൗലൂസ് പറയുന്നുണ്ട്. അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്തൊന്ന് പഠിച്ചു നോക്കിയേ. ഞാൻ ആ വാക്യം വായിച്ചു തരാം. ഫിലിപ്പ്യലേഖനം 2-ാം അധ്യായത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇത് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇവിടെ എന്താ എഴുതി വെച്ചത്? താൻ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി, രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ടത് ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. എന്നെ പല സന്ദർഭങ്ങളിലും എന്നെ വളരെ വേദനിപ്പിച്ച, എന്നെ കരയിപ്പിച്ച ചില വാക്കുകളുണ്ട്. ഞാൻ അവരോടൊന്നും ഗുസ്തി പിടിക്കാനോ ഒന്നിനും പോകുന്നില്ല. മാറിയിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. വാക്കുകൾ കത്തിയേക്കാളും മൂർച്ചയുണ്ട് വാക്കുകൾക്ക്. സ്തോത്രം. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് അവിടെ അപ്പോസ്തലൻ പറയും. ഇവിടെ വാക്ക് കിടക്കുന്നത് കൊലോസ്യ ലേഖനത്തിലുള്ള, ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ശക്തമായിട്ട് നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് വളരെ അജ്ഞരായി പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് ഞാനിത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത്. എനിക്കിതങ്ങനെ പറഞ്ഞേ മതിയാകൂ. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യർ 4:6. ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എഫേസ്യർ 5:6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ വാക്കുകളെ കുറിച്ച് പറയുന്ന ഭാഗം, അതാണ് പരിശുദ്ധാത്മാവ് ഈ ലിങ്ക് ചെയ്ത് തരുന്നത്. ഈ വചനങ്ങൾ രണ്ടും പടി ചേർച്ച. ഹല്ലേലൂയ. 5:6 മുതൽ 8 വരെയുള്ള വാക്യം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കണേ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വ്യർത്ഥവാക്കുകൾ, ആ വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വചനം അല്ലാതെ മറ്റ് ചപ്പും ചവറും പ്രസംഗിച്ചാൽ അത് കേട്ടാൽ നമ്മൾ ചതിയിൽപ്പെടുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യർ 5:3 ഞാൻ വായിക്കാം. ഏതൊരു അശുദ്ധിയും ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേറുപുറകെ പോലും വരുത്. ഇങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രമത്രേ വേണ്ടത്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ആരും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. എഫേസ്യർ 4:,
29 വാക്യം വളരെ മർമ്മപ്രധാനമായ വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എഫേസ്യർ 4:29 ഫ്ലക്സ് ബോർഡ് അടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തൂക്കണം. കൊലോസ് ലേഖനത്തിലെ വാക്യവും അത് തന്നെയാണ്. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ്യർ 4:6. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ